ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ചുക്ക റെസിപ്പിയാണ്. മട്ടൻ ചുക്ക എന്നും മട്ടൻ വറവ് എന്നും ഒക്കെ പറയാറുണ്ട് ഇതിനെ. ഞങ്ങൾ സാധാരണ ഇതിനെ മട്ടൻ വറവ് എന്നാ പറയാ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ ചുക്ക റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ മട്ടൻ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. മട്ടൻ വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ഒരു പേസ്റ്റ് ആണ്. 1 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇത്രയും ചേർത്ത് ചതച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ നമ്മൾക്കിപ്പോൾ മട്ടനിലേക്ക് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം ടീസ്പൂണിലാണ് എടുക്കുന്നത്. മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടൻ വേവിക്കാൻ വേണ്ടി ഇത്രയുമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലിന് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. 2 വിസിലിന് ശേഷം ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്കിവിടെ മട്ടനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന മട്ടന്റെ വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കുക്കറിൽ ഇത് 2-3 വിസിൽ വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഇപ്പൊ കുറച്ചധികം ഗ്രേവി വന്നിട്ടുണ്ട്. മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പൊ നിങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾക്ക് മട്ടൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നല്ല നെയ്യുള്ള മട്ടൺ ആയതുകൊണ്ടാണ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ടോട്ടൽ ഇവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ മട്ടൺ വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇപ്പോൾ വഴറ്റാൻ വേണ്ടിയും. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇടത്തരം സവോള നമ്മൾക്ക് നേർമയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവാളയൊക്കെ നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ മട്ടനിലേക്ക് മഞ്ഞൾ ചേർത്തത് കൊണ്ടാണ് ഇപ്പൊ ഇതിലേക്ക് വളരെ കുറച്ച് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഡ്രൈ ആയി എടുക്കുന്ന ഒരു വിഭവമായതുകൊണ്ടാണ് മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിവിടെ 3 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇപ്പം ചേർത്താൽ മതിയാവും. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോ മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന മട്ടൻ ആ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേവ് ഈ മസാലയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് വരും.
ഇനി ഈ മസാലയും ഈ മട്ടണും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. മട്ടണൊക്കെ നന്നായി വെന്ത് വന്നതുകൊണ്ട് തന്നെ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. നന്നായി ഒന്ന് തിളപ്പിച്ച് മൂടി തുറന്ന് വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായി വറ്റി നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു കപ്പ് തേങ്ങ ചിരുവിയതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും മട്ടണുമെല്ലാം നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ടീസ്പൂൺ കൂടി നമ്മൾക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ടോട്ടൽ ഇതിലേക്ക് 2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ മട്ടണൊക്കെ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി ഡാർക്ക് കളറാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മട്ടൺ വറവ് ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറിയൊരു പുളിപ്പുരസം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരിന് പകരം വിനാഗിരി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ചുക്കയെന്നോ മട്ടൻ വറവെന്നോ മട്ടൻ തോരനെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. മട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത്. തേങ്ങയൊക്കെ ചേർത്ത് എണ്ണയിൽ നന്നായി വരട്ടിയെടുത്ത ഈ മട്ടൻ ചുക്ക നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.